നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ ഒരു പ്രഷർ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എല്ലാം സേഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. നമ്മൾ ആ വഴി അങ്ങ് സുഖമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അത് എത്ര വർഷം വേണേലും നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും. നമ്മുടെ വിചാരം എന്നാണെന്നറിയാവോ? നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ മാതാപിതാക്കൾ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മളെ നോക്കും, മക്കൾ നോക്കും. ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതൊരിക്കലും നടപടിയുള്ള കാര്യമല്ല. നമുക്ക് എന്തെങ്കിലും ആകണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. അത് പെണ്ണാണേലും ആണാണേലും നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ലല്ലോ. ഒത്തിരി പ്രഷർ നമ്മുടെ ചുറ്റും ഉണ്ട്. കാരണം എല്ലാ സമ്മർദ്ദങ്ങൾക്കിടയിലൂടെയാണ്. നമുക്ക് പണമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ ആ പണം ഉണ്ടാക്കാൻ മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെടാതിരിക്കുമ്പോഴാണ് നമുക്ക് അത് പാടുള്ള വിഷയമായിട്ട് മാറുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് കൊച്ചു കൊച്ചു സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ട് വെച്ച് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ പതുങ്ങിക്കൂടിയിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. അത് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. എല്ലാവർക്കും സാഹചര്യങ്ങൾ ഒരുപോലെയാണ് ഏകദേശം വരുന്നത്. പക്ഷേ അത് ഏത് രീതിയിൽ നമ്മൾ കാണുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും. രാവിലെ എഴുന്നേൽക്കുക എന്നൊരു ശീലമാണെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചാൽ 5 മണിക്ക്, അല്ല 6 മണിക്കാണെങ്കിൽ 6 മണിക്ക് കൃത്യമായിട്ട് എഴുന്നേൽക്കാൻ ആദ്യമേ തന്നെ നമ്മൾ ചിന്തിക്കുക. ആ 6 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഏതെങ്കിലും ഫോഴ്സിലോ, എൻ്റെ ഹസ്ബൻഡൊക്കെ എക്സസൈസ് വർക്ക് ചെയ്താൽ കറക്റ്റ് അവരുടെ ട്രെയിനിങ് പീരീഡ് 5:30 എന്നൊക്കെ പറയുന്ന സമയം ഉണ്ടെങ്കിൽ കറക്റ്റ് എഴുന്നേറ്റില്ലെങ്കിൽ വെള്ളം കൊണ്ട് മുഖത്തൊഴിക്കും. അല്ലെങ്കിൽ ഗ്രൗണ്ടിന് ചുറ്റും ഒരു 5-10 റൗണ്ടെങ്കിലും ഓടിക്കും. അപ്പം അത് പേടിച്ചിട്ട് കൃത്യസമയത്ത് നമ്മൾ എത്ര ക്ഷീണമാണെങ്കിലും, കാരണം പരേഡടിച്ചും ഒക്കെ മടുത്ത് കുത്തിയായിരിക്കും കിടന്നുറങ്ങുന്നത്. പക്ഷേ ഈ മടുപ്പൊന്നും ഒരു വിഷയമല്ല അവിടെ. നമ്മൾ ആ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് നമ്മൾ പോകാൻ നമ്മൾ റെഡിയാകും, ഇല്ലേ? നമുക്ക് രാവിലത്തെ ഡ്യൂട്ടി അവർ തന്നേക്കണത് നമ്മൾ ചെയ്തിരിക്കും. നമ്മൾ പട്ടാളക്കാരെ ഒക്കെ ഓർത്ത് വയ്ക്കും. നമ്മുടെ രാജ്യം കാക്കുന്ന, നമുക്ക് വേണ്ടിയിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാണ്ടിരിക്കുന്ന അവരുടെയൊക്കെ ഡ്യൂട്ടി എങ്ങനെയല്ലേ? അവർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അലസരായിട്ട് ഇങ്ങനെ കിടന്ന് പഠിക്കുന്നത്, ഇല്ലേ? ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ അറിയാവുള്ളൂ. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നേടിയെടുക്കാം. പരാജയങ്ങൾ സംഭവിക്കും, പക്ഷേ ആ ലക്ഷ്യം നമ്മൾ നേടണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി പ്രവർത്തിക്കും. അതല്ല, ആ ലക്ഷ്യമൊന്നും വേണ്ട, അതൊക്കെ ഇങ്ങനെ പറയാനാണെന്നും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്ന് സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. അപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ മടി വരികയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണി തൊട്ട് ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും സമയം പോകുന്ന അറിയില്ല. എങ്ങനെ പോയാലും ഒരു 10 മണി കഴിയുമ്പോഴത്തേനും നമ്മൾ പറയും, ഓ വെയിലായി, ഇനി ഇച്ചിരി കഴിയട്ടെ എന്ന് പറയും. ഇച്ചിരി കഴിയുമ്പോഴത്തേനും അതിലേറെ വെയിലും ആയി കഴിയുമ്പോഴത്തേനും ഒരു ക്ഷീണമായി, വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഓ ഇനി നാളെ ആട്ടെ, ഇങ്ങനെ അങ്ങ് ആയി വരും. അപ്പം നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുകയില്ല. നമ്മൾ മടിയന്മാരായി തീരുകയും ചെയ്യും. നമുക്ക് ജീവിതത്തിൽ ഒരു വിജയവും ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എന്ത് കാര്യവും തുടങ്ങുമ്പം അത് ചെറുതായിട്ടായിരുന്നു തുടങ്ങുള്ളൂ. ചിന്തിച്ചു നോക്കുക. അതിനൊരു വലിയ ഗ്രോത്ത് ഒന്നും നമുക്ക് കാണാനില്ല. ഒരു ചെടിയുടെ ഒരു വിത്ത് നടുമ്പോൾ ആ വിത്ത് എത്ര നാളും കൊണ്ട് ഒരു വലിയ ആഞ്ഞിലിമരമായിട്ട്, ഒരു കുഞ്ഞു ആനിക്കാക്കുരുവായിരിക്കും ഒരു വലിയ മരമായിട്ട് എത്ര വർഷങ്ങളെടുക്കും. അത് തന്നെ നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകണമെങ്കിലും നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിലും കുറേ സമയം എടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുക. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും കാണിക്കുന്ന ഒരു മാജിക്കും ഈ ലോകത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മളതിനു വേണ്ടി ശ്രമിക്കുക. പരാജയം പെടും എന്ന് മാത്രം ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അത് ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണ്. ജീവിതത്തിൽ പരാജയം വന്നു കഴിയുമ്പം അതിൽ പെട്ട് കിടന്നിട്ട് ഒരു കാര്യവുമില്ല. എപ്പോഴും നമ്മൾ പറയും, നമ്മുടെ ഈ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ പരാജയപ്പെട്ടു, കടബാധ്യത വന്നു, അല്ലെങ്കിൽ മാനസിക വിഷമം വന്നു, അല്ലെങ്കിൽ കുടുംബജീവിതം തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന വെറും വിട്ടിത്തരമാണ്. ഒരു 10 ദിവസവും കൂടെ മുന്നോട്ട് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ അതിനൊരു മാർഗം നമ്മൾ കണ്ടെത്തും. അല്ലെങ്കിൽ നമ്മളൊരു മാർഗം കണ്ടെത്തണം. നമ്മളെ ബാധിക്കുന്ന ഒന്നും ആയിരിക്കരുത് ഇത്. നമുക്ക് ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള വേറൊരു മാർഗം നമ്മൾ കണ്ടെത്തണം. അതാ വേണ്ടത്, അല്ലാണ്ട് അതിൽ പെട്ട് കിടക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ആര് പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോകാം, ഞാൻ അതിൽ തന്നെ ഉറച്ചിരിക്കും, ഞാൻ നേടിയെടുക്കും എന്ന്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
മറ്റൊരാൾക്ക് നമ്മളെ നന്നാക്കാൻ പറ്റില്ല. നമുക്ക് മാത്രമേ നമ്മൾ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാണ്ട് എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് നമ്മൾ തന്നെ തീരുമാനിക്കണം, അല്ലാണ്ട് വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. ചുമ്മാ ഒരു യൂട്യൂബിൻ്റെ കഥ പറയാം. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം സബ്സ്ക്രൈബേഴ്സും കാണില്ല, വ്യൂസും കാണില്ല, ഒന്നും കാണില്ല. എൻ്റെ ചാനലിലെടുത്ത് ആദ്യം നോക്കിക്കേ 50 പേര്. എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തോന്ന് പോലും എനിക്കറിയത്തില്ല. കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടി വന്ന 50 പേര് 25 പേരൊക്കെ കാണുള്ളൂ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അത് പിന്നീട് കുറേ വർഷങ്ങൾ എടുക്കണം അത് ഒരു നിലയിലെത്താൻ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ അതിനു വേണ്ടി എല്ലാവരും കളിപ്പിക്കും, എല്ലാവരും നമ്മളെ മോശക്കാരായിട്ട് പറയും, എല്ലാവരും അവരെക്കുറിച്ചാണ് പറയണത്, വേറെ പണിയൊന്നും ഇല്ലാണ്ട് വന്നിരുന്ന് പറയുകയെന്ന് പറയും, പല കാര്യങ്ങളും പറയും. പക്ഷേ നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുന്ന അങ്ങനെയല്ലേ, നമ്മളാ ചെയ്യാനുള്ള ജോലികൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഇൻക്രിമെൻ്റൊക്കെ കൂടും, എന്തെങ്കിലും ശമ്പളത്തിൽ ഇച്ചിരി വർധന തരും, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുപോലെ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം എന്തെങ്കിലും സംഭവിക്കാണ്ടിരിക്കില്ലല്ലോ, അതല്ലേ നിയമം. എപ്പോഴെങ്കിലും നമുക്കൊരു ജീവിതത്തിലൊരു മാറ്റം സംഭവിച്ചിരിക്കും, ഇല്ലേ? അത് തന്നെ നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പം നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ ഓരോ കുഞ്ഞു സ്റ്റെപ്പാണേലും നമ്മൾ എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക. പിന്നോട്ട് പോകാണ്ടിരിക്കുക, പിന്നോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക, മുന്നോട്ട് തന്നെ തീരുമാനിക്കുക. എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടൊന്നും ഒരു ജീവിതം ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അത് മാത്രം വിചാരിക്കുക. അപ്പം മുന്നോട്ട് തന്നെ പോകുന്നതിന് എന്തൊക്കെ വേണം എന്ന് നമ്മൾ ആലോചിച്ചിട്ട് അത് എന്തൊക്കെ ചെയ്താൽ സാധിക്കും അതിങ്ങനെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പം ആദ്യം വേണ്ട എന്നാണെന്നറിയാമോ? ചുമ്മാ തോണ്ടിക്കൊണ്ടിരുന്ന സമയം കളയാതിരിക്കുന്നത് ആദ്യം തന്നെ. രണ്ടാമത് കൃത്യനിഷ്ഠ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും പെർഫെക്റ്റ് ആക്കിയിട്ടേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒരു കാര്യമാണെങ്കിലും ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. 10-15 കാര്യങ്ങളൊന്നും ചെയ്യാൻ തുടങ്ങണ്ട. ഓരോ കാര്യം ചെയ്യുമ്പോൾ ചെറിയ കാര്യമായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് മടുപ്പ് തോന്നില്ല. ഇന്നൊരു കുഞ്ഞു കാര്യം ചെയ്തു, അതായത് ഒരാളെ ഇപ്പോൾ ഫോൺ വിളിക്കാനുണ്ട്, അപ്പം തന്നെ ചെയ്തേക്കുക. ഒരാൾക്കൊരു മെസ്സേജ് അയക്കാനുണ്ട്, അപ്പം തന്നെ ചെയ്തേക്കുക. ഒരു ഫോൺ ബില്ല് അടയ്ക്കാനുണ്ട്, അത് അപ്പം തന്നെ ചെയ്തേക്കുക. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ദിവസം ഒരു കാര്യം ചെയ്യുക, പിറ്റേ ദിവസം വേറൊരു കാര്യം ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം ഭയങ്കരമായിരിക്കും. നമുക്ക് എല്ലാ കാര്യവും ചെയ്ത് തീർക്കാനും സാധിക്കും, നമുക്ക് സമയം മിച്ചമായിരിക്കും. അതുപോലെ തന്നെയാണ് സമ്പാദ്യം. ഒരു കുഞ്ഞു പൈസയാണെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അടുത്ത ദിവസം കുറച്ച് രൂപ ഉണ്ടാക്കുന്ന കൈ കിട്ടുന്നതനുസരിച്ച് നമ്മൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക. അതാണ് വേണ്ടത്. അല്ലാണ്ട് ആരും കൊണ്ടെത്തുന്ന നമ്മളെ സഹായിക്കില്ല, ആരും നമ്മളെ രക്ഷിക്കാനുള്ളവർ അല്ല. പഴയ കാര്യങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിട്ടും ഒരു കാര്യവുമില്ല. ജീവിതത്തിൽ ഒത്തിരി കരയാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതിൽ നിന്നൊക്കെ ഒരു പാഠങ്ങൾ ഉൾക്കൊള്ളുക, എന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. അതാണ് വേണ്ടത്. അല്ലാതെ ഈ ജീവിതം എന്ന് പറയുന്ന വേറെ നരകം പിടിച്ച സാധനമൊന്നും അല്ലെന്നേ. ജീവിതം എന്ന് പറയുന്ന ആസ്വദിച്ചങ്ങ് പോയിക്കുക. നമ്മളെ സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ ഉള്ളിലാണ്, അല്ലാണ്ട് മറ്റൊരാളിലല്ല. മറ്റൊരാളിൽ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് വിഷമം. അതാണ് പല ഭർത്താക്കന്മാർക്ക് സംഭവിക്കണേ. അങ്ങേര് എന്നോട് ദേഷ്യപ്പെട്ടു, അങ്ങേരെ എന്നെ ഇഷ്ടമല്ല. എന്തുകൊണ്ടോ അങ്ങേരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ അങ്ങ് ഇഷ്ടപ്പെട്ടുകൊള്ളുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊള്ളുക. നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലും പണികളോ എന്തെങ്കിലും കണ്ടുപിടിച്ച് നമ്മൾ പൊക്കോളുക, നമുക്കതിനുള്ള വിദ്യാഭ്യാസം നേടുക. അതാണ് വേണ്ടത്. അല്ലാണ്ട് എല്ലാവരും ഒന്നും നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് ഓർത്തിരിക്കേണ്ട. ആരും സന്തോഷിപ്പിക്കില്ല. നമുക്ക് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ സന്തോഷിപ്പിക്കാൻ ആർക്കാ പറ്റണേ? നമ്മളോർക്കും നമ്മുടെ മക്കൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നു, അതും വെറുതെയാണ്. മക്കൾക്ക് മക്കളുടേതായ ഒരു ഭാവിയുണ്ട്, അവർ വേറെ ആൾക്കാരാണ്. അവർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താൽ മാത്രമേ നമ്മൾ മക്കളോടാണേലും ഭർത്താവിനോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും നമുക്കൊരു ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവർക്ക് അവരുടെ ഉള്ളിലൊരു സന്തോഷം കണ്ടെത്തിയാൽ അവർ രക്ഷപ്പെടും. അല്ലാണ്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു അത്രയേ ഉള്ളൂ. നമ്മളെ ചീത്ത വാക്കുകളൊന്നും പറഞ്ഞില്ലെങ്കിൽ സന്തോഷം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. എല്ലാവർക്കും അവനേൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, അവനേൻ്റെതായ ഓരോ വിശ്വാസങ്ങളുണ്ട്, അവനവൻ്റേതായ ഓരോ ലക്ഷ്യങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസം വേറെയാണ്, ജോലി വേറെയാണ്, ഷേപ്പ് വേറെയാണ്, എല്ലാ സംഭവവും വേറെയാണ്. ഒരു കണ്ണ് പോലെ ഒരു കണ്ണില്ല, അല്ലേ? നമ്മുടെ കണ്ണ് പോലെ നമ്മുടെ കണ്ണുകൾ മാത്രമല്ലേ ഉള്ളൂ. ഒരു കണ്ണിനെ കാണാനും പറ്റുന്നില്ല. ഒന്ന് ചിന്തിച്ച് നോക്ക്. കണ്ണാടി നോക്കിയാൽ മാത്രമേ നമ്മുടെ രണ്ട് കണ്ണും എങ്ങനെയായിരിക്കണേന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കറിയത്തില്ല നമ്മുടെ കണ്ണുകൾ എങ്ങനെയായിരിക്കണേന്ന്, ഇല്ലേ? അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക,
നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മൾ മുന്നോട്ട് പോവുക, കൃത്യനിഷ്ഠ ജീവിതത്തിൽ കൊണ്ടുവരിക. കൃത്യനിഷ്ഠ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസവും ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരും. അതൊക്കെയുള്ളൂ പോസിറ്റീവായിട്ടുള്ള എനർജികൾ കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല. നെഗറ്റീവ് ഒന്നും പറയാനും കേൾക്കാനും ഇരിക്കാണ്ടിരിക്കുക. നെഗറ്റീവ് പറയുന്ന ഫോൺ കോളുകൾ കട്ട് ചെയ്തേക്കുക, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ആവശ്യമില്ലാത്തതൊക്കെ കേട്ടും കണ്ടും കഴിയുമ്പോഴാണ് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുമ്പം അതെൻ്റെ ജീവിതം പോലെയാണ് എന്നൊരു തോന്നലൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ വേറെ ആൾക്കാരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.